ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുതൽ ഞാൻ കറണ്ട് അഫെയർസിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ ആഴ്ചയിലും കറണ്ട് അഫെയർസ് അപ്ലോഡ് ചെയ്യാൻ പ്ലാനുണ്ട്. നമ്മുടെ ഇനിയുള്ള എക്സാമിനെല്ലാം കറണ്ട് അഫെയർസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് OA തുടങ്ങിയ പ്രിലിംസൊക്കെ വരികയാണ്. അപ്പോൾ കറണ്ട് അഫെയർസ് പഠിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ്. വ്യോമസേനയുടെ 28ാമത്തെ മേധാവിയാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് നടന്ന ശാസ്ത്രജ്ഞർ അല്ലാത്ത സാധാരണക്കാർ. ജാരദ് ഐസക്മാൻ, സാറ ഗില്ലിസ്. കവിയൂർ പൊന്നമ്മ അഭിനയിച്ച ആദ്യ നാടകം മൂലധനം. ആദ്യമായി അഭിനയിച്ച ചിത്രം ശ്രീരാമ പട്ടാഭിഷേകം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിട്ടായി നിലവിൽ വരുന്നത് ബേപ്പൂർ. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് അതിഷി മാർലേന സിംഗ്. ഡൽഹിയുടെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആം ആദ്മി പാർട്ടിയുടെ. ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ എന്ന ഡോക്യുമെൻ്ററിയുടെ നിർമ്മാതാവ് മലാല യൂസഫ്സായ്. വയോസേവന പുരസ്കാരം 2024 മികച്ച നഗരസഭ തിരുവനന്തപുരം, മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം, മുനിസിപ്പാലിറ്റി കൊയിലാണ്ടി. വയോസേവന പുരസ്കാരം 2024 മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ വൈക്കം, കല്യാശ്ശേരി. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് അനുരാ കുമാര ദിസനായകെ. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് ശ്രീ വിജയപുരം. 2024 സെപ്റ്റംബർ പ്രസിദ്ധീകരണത്തിൻ്റെ 50ാം വാർഷികം ആചരിക്കുന്ന ചെറുകാടിൻ്റെ ആത്മകഥ ജീവിതപാത. ഇന്ത്യയിലെ ആദ്യ QR അധിഷ്ഠിത നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടൽ സമഗ്ര പ്ലസ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈഡെക്ക് നിലവിൽ വരുന്നത് ബംഗളൂരു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചുകൂടി പ്രാധാന്യം ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യൻസ്, കവിയൂർ പൊന്നമ്മ അഭിനയിച്ച ആദ്യ നാടകം. ഈയിടെ അന്തരിച്ചതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആദ്യ നാടകം മൂലധനം. അഭിനയിച്ച ചിത്രം ശ്രീരാമ പട്ടാഭിഷേകം. പിന്നെ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി വനിത ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതിഷി മാർലേന സിംഗ്. പിന്നെ മലാല യൂസഫ്സായിയുടെ ഡോക്യുമെൻ്ററി ദ ലാസ്റ്റ് ഓഫ് ദ സീ വുമൺ. ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് ശ്രീ വിജയപുരം. ചെറുകാടിൻ്റെ ആത്മകഥ ജീവിതപാത. ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടൽ സമഗ്ര പ്ലസ്. താങ്ക് യു ഓൾ.